ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. പ്രിയ ദൈവജനമേ, അനുസരണയുള്ളവനായി തീർന്നപ്പോളാ ദൈവം അവനെ അത്യധികമായിട്ടുയർത്തിയത്. കരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ, ഞാൻ അനുസരണയുള്ള ഒരു വ്യക്തിയാണോ? എൻ്റെ വ്യക്തിത്വം എന്താണേ എന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ദൈവികമായ സ്വഭാവത്തിന് ഞാൻ ഉടമയാണോ? ഒരു നിമിഷം ചിന്തിച്ചേ. അങ്ങനെയുള്ള ആ പാപത്തിൻ്റെ അവസ്ഥ മറ്റുള്ളവർ പറഞ്ഞു തരുമ്പോൾ ഞാൻ അനുസരണയോടെ കേട്ട് അത് തിരുത്താൻ ഞാൻ തയ്യാറാണോ? അതോ ഞാൻ മുഖം വീർപ്പിച്ച് അതിൽ നിന്ന് അവർ വീണ്ടും എന്നെ ഉപദേശിക്കാതെ ആ തിന്മയിൽ തന്നെ ജീവിക്കുവാനുള്ള ഒരു ചിന്താഗതിയാണോ എൻ്റേതെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാ. പല ജീവിതത്തിൻ്റെയും പരാജയത്തിന് കാരണം അനുസരണക്കേടാ. മക്കള് പ്രാർത്ഥിച്ചേ, വലിയ കൃപ കിട്ടുവാൻ വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. അവൻ തന്നെ തന്നെ ശൂന്യനാക്കി. ദൈവം ദാസന്റെ രൂപം സ്വീകരിച്ചു. കുരിശു മരണം വരെ അവൻ അനുസരണയുള്ളവനായി തന്നെ തന്നെ താഴ്ത്തിയപ്പോൾ ദൈവം അവനെ അത്യധികമായി ഉയർത്തി. അനുസരണക്കേട് വന്നപ്പോഴാ പലതും ആദിമാതാപിതാക്കൾക്ക് നഷ്ടമായത്. സകല സൗഭാഗ്യങ്ങളും സുഖങ്ങളും ഒക്കെ നഷ്ടപ്പെടുവാൻ, സമാധാനമൊക്കെ നഷ്ടപ്പെടുവാൻ കാരണമായത് അവന്റെ അനുസരണക്കേട് മൂലമോ. ആ അനുസരണക്കേടിനെ പരാജയപ്പെടുത്തുവാൻ ദൈവം തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് മനുഷ്യന്റെ രൂപം സ്വീകരിച്ച് ഭൂമിയില് ആകൃതിയില് മനുഷ്യനെ പോലെ തന്നെ, സ്വഭാവത്തില് മനുഷ്യനെ പോലെ തന്നെ കടന്നു വന്ന് മാനുഷിക സ്വഭാവത്തെ പരാജയപ്പെടുത്തി ദൈവിക സ്വഭാവത്തില് നിലനിന്നുകൊണ്ട് അവിടുന്ന് അനുസരണയോടെ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച് ആ രക്ഷ സൗജന്യമായി നമുക്ക് നേടിത്തന്നു. പ്രാർത്ഥിച്ചേ. ആരെങ്കിലുമൊക്കെ ഉപദേശിക്കുകയാണെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടിയാ. നമ്മുടെ കുറവാണ് ഒരു വ്യക്തി പറഞ്ഞു തരുന്നെങ്കിൽ അവൾക്ക് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ ബലഹീനതയെ പരാജയപ്പെടുത്തുവാൻ, ആ കുറവിനെ പരിഹരിക്കുവാൻ തയ്യാറായി അവിടെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസനെ പോലെ എളിമയോടെ ആ വ്യക്തിയുടെ മുമ്പിൽ നിന്ന് അതനുസരണയോടെ കേട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ദൈവമാണ് നമ്മെ ഉയർത്തുന്നത്. പ്രാർത്ഥിച്ചേ. അങ്ങനെയുള്ള വ്യക്തികള് ഈ സമൂഹത്തിലുണ്ട്. ഒഴിഞ്ഞു മാറുന്ന, ഉപദേശം കേൾക്കുമ്പം ഒഴിഞ്ഞു മാറുന്ന വ്യക്തികളുണ്ട്. അവരുടെ ജീവിതവും അവരുടെ പ്രവൃത്തി മേഖലയിലും അവരുടെ സാമ്പത്തിക മേഖലയിലും ഒക്കെ പരാജയം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയ ദൈവജനമേ, അങ്ങനെ ദൈവം അവനെ അത്രമാത്രം ഉയർത്തി തന്നെ തന്നെ താഴ്ത്തിയപ്പോഴാണ് എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. സകല ആധിപത്യങ്ങളെയും അന്ധകാര ശക്തികളെയും അന്ധകാരത്തെയും തകർത്തു കളയുന്ന ദൈവിക നാമം ആ വ്യക്തിക്ക് അല്ലെങ്കിൽ യേശുവിന് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യനെ പോലെ ആകൃതിയില് മനുഷ്യനെ പോലെ തന്നെ ആയിത്തീർന്ന ആ മനുഷ്യന് ദൈവം ഒരു നാമം കൊടുത്തു. ദൈവിക നാമം യേശുക്രിസ്തു എന്ന അധികാരമുള്ള നാമം കൊടുത്തു. തന്നെ തന്നെ ശൂന്യനാക്കിയപ്പോൾ, തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ, അനുസരണയുള്ളവനായി ഏതെല്ലാം സഹനത്തിലൂടെ കടന്നുപോയപ്പോഴും
അനുസരണയോടെ ദൈവസന്നിധിയിൽ നിന്നുകൊടുത്തപ്പോൾ ദൈവനാമം കടന്നു വരികയാ. നമ്മളെ പഠിപ്പിക്കാനാ, എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുവാൻ വേണ്ടി യേശു ദാസനെ പോലെ കടന്നു വന്ന് അനുസരണയുള്ളവനായിട്ട് കാണിച്ചു തന്ന് എളിമയോടെ ഈ ലോകത്ത് ജീവിച്ച് പിതാവിൻ്റെ ഹിതം നിറവേറ്റിയ പുത്രൻ തമ്പുരാന്റെ ആ വലിയ കാരുണ്യത്തെയാണ് ദൈവം തിരുവചനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. വീണ്ടും വചനം പറയുകയാണ്, ഇത് യേശുവിന്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും സകല മുട്ടുകളും മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഒരു വ്യക്തി തന്നെ ശൂന്യനാക്കി എളിമയോടെ വചനമനുസരിച്ച് മറ്റുള്ളവരെ വിധേയപ്പെട്ട് തന്നെക്കാൾ ശ്രേഷ്ഠരായിട്ട് മറ്റുള്ളവരെ കണ്ടുകൊണ്ട് ദാസനെ പോലെ ജീവിച്ച് വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ അവനെ ദൈവം ഉയർത്തി അവനൊരു നാമം ഇടും. ദൈവത്തിന്റെ നാമം. പരിശുദ്ധ കുർബാനയിൽ ആഴമായിട്ട് വിശ്വസിച്ച് തന്നെ ശൂന്യനാക്കി ഞാനും നിങ്ങളും ജീവിക്കുമ്പം ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തുകയാണ്. ആ പുത്രന്റെ പേരാണ് യേശുവെന്ന്. പ്രിയ ദൈവജനമേ, യേശുവായി തീർക്കുന്ന ആ സ്നേഹത്തിന്റെ പുതിയ ഉടമ്പടിയാ. ആ ഉടമ്പടിയുടെ മുമ്പില് സകല മുട്ടുകളും മടക്കപ്പെടുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാ. വിശുദ്ധ ചാവറയച്ചൻ, വിശുദ്ധ എവ്രൂസ്യാമയും അൽഫോൻസാമയും ഈ നാമം വഹിച്ചപ്പോൾ അനുസരണയോടെ വിധേയത്വത്തോടെ നിന്നപ്പോൾ ലോകത്തിലുള്ള സകല മുട്ടുകളും ആ കല്ലറയ്ക്ക് മുമ്പിൽ മടക്കപ്പെട്ടു. മക്കളെ, യേശു മഹത്വപ്പെട്ടു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഓരോ ക്രിസ്ത്യാനിയെയും ദൈവം ഇപ്രകാരം ആഗ്രഹിക്കുക, ഒരു വിശുദ്ധനായിട്ട്, ഒരു വിശുദ്ധയായിട്ട്. സകല മുട്ടുകളും ആ നാമത്തിന്റെ മുമ്പിൽ മടക്കപ്പെടും. ചലിക്കുന്ന സക്രാരിയെന്ന് എബ്രൂസ്യാമയെ വിളിച്ചെങ്കിലോ യേശു നാമമെന്ന് അവിടെ വിളിക്കപ്പെടും. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? അവൾ വഹിച്ചത് ദൈവത്തിന്റെ വചനത്തെയാണ്. അവൾ വഹിച്ചത് പരിശുദ്ധ കുർബാനയാണ്. അവൾ നയിച്ചത് വിശുദ്ധ ജീവിതമാണ്. അത് സ്വർഗരാജ്യത്തിന് അവകാശമായി തീർന്നു. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? എല്ലാ മുട്ടും മടക്കപ്പെടും അവന്റെ നാമത്തിന്റെ മുമ്പില്. അവന്റെ നാമം വഹിക്കുന്നവരുടെ മുമ്പില് സകല മുട്ടുകളും മടക്കപ്പെടും. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? യേശുവേ, യേശുവേ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ചേർന്ന് പാടാം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. സ്തുതിയും സ്തോത്രവും
എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഒരു നിമിഷം കണ്ണുകളൊന്ന് അടച്ച് ദൈവിക സ്വഭാവമാണോ എന്നൊരു നിമിഷം നമ്മുടെ സ്വഭാവത്തെ നമുക്കൊന്ന് വിലയിരുത്താം. പൗലോസ് ശ്ലീഹ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം ദൈവിക സ്വഭാവമായിരിക്കണമെന്ന്, അനുസരണയുള്ളവനായിരിക്കണം. കുരിശുമരണത്തോളം ദൈവം അനുസരണയുള്ളവനായിരുന്നു. അനുസരണക്കേടിന്റെ ആത്മാവ് അശുദ്ധാരൂപിയ, പൈശാചിക ശക്തിയാ, അന്ധകാരത്തിന്റെ ശക്തിയാ. അവ നമ്മെ അന്ധകാരത്തിലേക്ക്, ഇരുട്ടിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാരൂപി നന്മയുടെ, സ്നേഹത്തിന്റെ, വിശ്വസ്തയുടെ, ഐക്യത്തിന്റെ, കൂട്ടായ്മയുടെ അരൂപിയ. ഒരുമിച്ച് കൂട്ടുന്ന അരൂപി, ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന അരൂപിയ, തീഷ്ണത തരുന്ന അരൂപിയ, വിശ്വാസം തരുന്ന അരൂപിയ, വിശുദ്ധി തരുന്ന അരൂപിയാണ് പരിശുദ്ധാരൂപി. ഒന്നാഗ്രഹിച്ചേ, എന്തൊക്കെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയോ അരൂപികള്, ആവശ്യമില്ലാത്ത അരൂപികള്, ദൈവിക അല്ലാത്ത അരൂപികള്, ദൈവിക അല്ലാത്ത പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ചില അരൂപികള് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവയെല്ലാം എടുത്തു മാറ്റപ്പെടുവാൻ ആഗ്രഹത്തോടെ മക്കൾ പ്രാർത്ഥിച്ച്, പുകവലിയുടെ, മദ്യപാനത്തിൻ്റെയൊക്കെ അരൂപി, ചീട്ടുകളിയുടെ, മോഷണ സ്വഭാവമൊക്കെ പരത്തുന്ന അരൂപി സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ച് അലസതയുടെ, മടിയുടെ, അഹങ്കാരത്തിൻ്റെ, അസൂയയുടെ, സ്വാർത്ഥമോഹത്തിൻ്റെ അരൂപി ചലിക്കപ്പെടുന്നുണ്ട്. പ്രാർത്ഥിച്ച് ഞാനെന്ന ഭാവത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. കണ്ണുനീരൊഴുക്കിക്കേ. ഈശോയെ, ദൈവം തന്നെ തന്നെ ശൂന്യനാക്കി ദാസനെ പോലെ ആയിത്തീർന്നു. മനുഷ്യന്റെ മുമ്പിലാ, കാൽവരി മലയുടെ നെറുകയിലോ അവൻ ദാസനെ പോലെ കിടക്കുകയാ, എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാ. മക്കള് പ്രാർത്ഥിച്ചേ. അവൻ ശൂന്യനായി. ദൈവം എനിക്കും നിങ്ങൾക്കും ലോകം മുഴുവനു വേണ്ടിയും അവൻ ശൂന്യനായി തീരുകയാ. മനുഷ്യനെ പോലെ ആകൃതിയിൽ ആയിത്തീർന്നുകൊണ്ട് അവൻ ബലിയർപ്പിച്ചത്. മനുഷിക സ്വഭാവത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവൻ കാൽവരിയിൽ ബലിയായിത്തീർന്നത്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനു വേണ്ടിയും, എല്ലാ പാപികൾക്കു വേണ്ടിയും അവിടുന്ന് ശൂന്യനായി തീർന്ന
ഒരു ദൈവ. പ്രിയ ദൈവജനമേ, പാപമേറ്റുപറഞ്ഞ് പാപമോചനം നേടി യേശുവിനെ സ്വന്തമാക്കുന്ന വ്യക്തികള് വീണ്ടും പാപത്തിലേക്ക് നയിക്കപ്പെടുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിലിരുന്ന് വേദനിക്കുകയാണ്. അവൻ നമ്മുടെ ഉള്ളിലിരുന്ന് മുറിവേൽപ്പിക്കപ്പെടുകയാ. അവൻ നമ്മുടെ ഉള്ളിലിരുന്ന് നഗ്നനാക്കപ്പെടുകയാ. അവന്റെ വസ്ത്രങ്ങള് നാം ഉരിഞ്ഞു മാറ്റുകയാ. പ്രാർത്ഥിച്ച മക്കളെ, പാപം ചെയ്ത് വീണ്ടും കുമ്പസാരിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ എന്റെ തമ്പുരാനെ എന്റെ ഉള്ളിൽ വെച്ച് മുറിപ്പെടുത്തുകയാ, അപമാനിക്കുകയാ, നിന്ദിക്കുകയാ, ഒറ്റിക്കൊടുക്കുകയാ, തള്ളിപ്പറയുകയാ. അവൻ എന്തുമാത്രം ശൂന്യനായി തീർന്നു എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നെ രക്ഷിക്കുവാൻ എന്നോടുള്ള ആ വിശ്വസ്തത എത്രമാത്രമാ. ഞാൻ ആ കാരുണ്യത്തോട് എന്തുമാത്രം വിശ്വസ്തത പുലർത്തുന്നുണ്ട്. ചിന്തിച്ചേ. സുഖപ്പെടുത്തുന്നവൻ പരിശുദ്ധ കുർബാനയില് മറഞ്ഞിരിക്കുകയാണ്. ജീവനില്ലാത്ത എന്നെ ജീവിപ്പിക്കുവാൻ അവൻ ജീവൻ തരാന് അപ്പത്തിന്റെ മറവില് ഉള്ളില് മറഞ്ഞിരിക്കുന്നേ. മക്കള് പ്രാർത്ഥിച്ചേ. മക്കളെ, എത്രമാത്രം എനിക്ക് വേണ്ടി ചെറുതായത് ഒന്ന് നോക്കിക്കേ. പരിശുദ്ധ കുർബാനയിലേക്ക് ദൈവ, സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം. യെശയ്യ കണ്ടത് അവന്റെ മഹത്വം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാ. ദേവാലയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയും ശൂന്യനായി ഒരപ്പത്തുണ്ടിനുള്ളില് മറഞ്ഞിരുന്നു കൊണ്ട് രക്ഷിക്കുവാൻ ഉള്ളിലേക്ക് കടന്നു വരുന്ന സ്നേഹത്തിന്റെ ഈ അഭിഷേകത്തെ ഞാനും നിങ്ങളും പലപ്പോഴും ഒറ്റിക്കൊടുത്തിട്ടില്ലേ? തള്ളിപ്പറഞ്ഞിട്ട് പാപത്തിന്റെ പിന്നാലെ വ്യാപരിച്ചിട്ടില്ലേ? മാപ്പ് ചോദിച്ച മക്കളെ, കണ്ണുനീരൊഴുക്കിക്കിയ ദൈവമക്കള്, ഈശോയെ കരുണ കാണിക്കണമേ. പാപിയും അയോഗ്യരുമായിരിക്കുന്ന ഞങ്ങളുടെ മേല് ഈശോയെ കരുണ കാണിക്കണമേ. ദൈവത്തെ നിസാരമായി കണ്ട നിമിഷമുണ്ട്. ഈ കാരുണ്യത്തെ നിസാരമായിട്ട് കണ്ട നിമിഷങ്ങള് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഇത്രത്തോളം വലിയവൻ നമ്മെ സൃഷ്ടിച്ചവൻ ഇത്രത്തോളം ചെറുതായത് നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കരമൊന്നു നീട്ടി ഒന്ന് വിളിക്കാമോ മക്കളെ? ഉള്ളിലേക്ക് കടന്നു വന്ന് സ്നേഹം തരുന്ന തമ്പുരാനെ ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയെ, 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 ഈശോയെ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, ഈശോയെ നെഞ്ചിൽ മേരിപ്പോട് കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ, വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ, എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാളിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ
ഇത്രയേറെയെന്നോ മൊഴിഞ്ഞോ. എത്രമാത്രമെന്നെ നീ കരുതുന്നുണ്ടെന്നു ഞാൻ ചോദ്യമുന്നയിച്ച നാടിലും സാധ്യമായ രീതിയിൽ കൈവിരിച്ചു ക്രൂശിൽ നീ ഇത്രയേറെയെന്നോ മൊഴിഞ്ഞോ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ. ഒന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. വീണ്ടും ഒന്നു നോക്കവേ കണ്ടതില്ല ആണികൾ ക്രൂശിനോടു നിന്നെ ചേർക്കുവാൻ. ആണിയല്ല സ്നേഹമാണ് ക്രൂശിൽ നിന്നെ ചേർത്തതെന്ന് ഓർത്തു കണ്ണിറഞ്ഞു നിൽക്കയാ. കോടാനുകോടി പാപം മറന്നെന്നെ മാറോടു ചേർത്തവനേ. നെഞ്ചിൽ നേരിപ്പോട് കത്തുന്ന നേരം നെഞ്ചോടണച്ചവനേ. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. ചേർന്ന് പാടാം. വറ്റാത്ത സ്നേഹമേ നിന്നെ നുകരുവാൻ എത്തുന്നു ആശയോടെ ഞാൻ. 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 ദൈവസ്നേഹം നിറയുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞേ. ദിവ്യകാരുണ്യ സ്നേഹം ഹൃദയതലങ്ങളിലേക്ക് വന്നു നിറയുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കൃപ നിറയപ്പെടുകയാണ്. ഈ സ്നേഹം വർദ്ധിക്കട്ടെ. എനിക്ക് വേണ്ടി ശൂന്യനായ ദൈവത്തോടുള്ള സ്നേഹം ഇത്ര ചെറുതായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് പാപമോചനം തരുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യം, പാപമാലിന്യങ്ങളെ തുടച്ചു നീക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം, ഈ കാരുണ്യത്തോടാണ് നാം മല്ലടിക്കുന്നത്. രക്ഷിക്കുവാനാ തമ്പുരാൻ സ്വർഗം വിട്ട് ഇറങ്ങി വന്നത്, ശിക്ഷിക്കുവാനല്ല. അവിടുത്തോട് ഐക്യപ്പെടാത്തത് കൊണ്ട് ശിക്ഷാവിധിയിലൂടെ നാം കടന്നു പോകുന്നത്. റോമ 8:1 പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവുമായി ഐക്യപ്പെടുന്നവന് ശിക്ഷാവിധിയില്ല. പരിശുദ്ധ കുർബാനയിൽ ലയിച്ച് ജീവിക്കുന്ന, യേശുവില് ലയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ശിക്ഷാവിധിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നില്ല. കരമൊന്ന് മാറിനോട് ചേർത്ത് വെച്ചേ
തമ്പുരാനെ, നീ എത്രമാത്രം എന്നെ സ്നേഹിച്ചേ. പ്രാർത്ഥിച്ച് ഓരോരുത്തരും ഈ തമ്പുരാനെയാ ഉള്ളിൽ വെച്ചുകൊണ്ട് വീണ്ടും പാപം ചെയ്യുവാൻ നാം കടന്നു പോകുമ്പോൾ, പ്രിയ ദൈവജനമേ, തമ്പുരാനെ വേദനിപ്പിക്കുക. എൻ്റെ ഉള്ളിൽ വെച്ച് തിരുവചനത്തോട് ഞാൻ മല്ലടിക്കുകയാണ്, മറുതലിക്കുകയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ദൈവത്തോട് മറുതലിച്ച് മല്ലടിച്ചപ്പോൾ സംഹാരകൻ വന്ന് ചിലരെ സംഹരിച്ചു കളഞ്ഞു. ദൈവവചനത്തെ നിഷേധിച്ച സമയത്താണ് സംഹാരകൻ സംഹരിച്ചുകൊണ്ട് പോയെ. ചിലർ പാമ്പ് കടിയേറ്റ് മരിച്ചുവെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിലര് ചിതറിക്കപ്പെട്ടു എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തോട്, ദൈവവചനത്തോട്, പരിശുദ്ധ കൂദാശയോട് മല്ലടിച്ച് ആ കൂദാശയിൽ നിന്ന് അകന്നു ജീവിക്കുമ്പോൾ തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള് ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നേ. തമ്പുരാൻ അപ്പോഴും ദിവ്യകാരുണ്യം വേദനിക്കുകയാണ്. നമ്മെ നോക്കി, നമ്മെ ഓർത്ത് വേദനിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ആ സ്നേഹത്തെ ഒരിക്കൽ കൂടി അനുസ്മരിച്ചുകൊണ്ട്, ആ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, നമുക്ക് വേണ്ടി ശൂന്യനായി തീർന്ന തമ്പുരാന്റെ കാരുണ്യം അനുഭവിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പാടി പ്രാർത്ഥിക്കാം. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ചേർന്ന് പാടാം. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കരങ്ങൾ വീശി ഒന്നിച്ച് പാടാം. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ചേർന്ന് പാടാം. മാറില്ലവൻ, മറക്കില്ലവൻ, മയങ്ങില്ലവൻ, ഉറങ്ങില്ലവൻ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കരങ്ങൾ വീശി ഒന്നിച്ച് പാടാം. ഈ ദൈവം എൻ്റെ ദൈവം, ഈ താതൻ എൻ്റെ താതൻ. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടിൽ എന്നെ. ചേർന്ന് പാടാം. കരുതുന്നവൻ, കാക്കുന്നവൻ, കരുണയുള്ളോ കൈവിടിൽ എന്നെ. ഈ ദൈവം എൻ്റെ ദൈവം, ഈ
ഈ താതൻ എന്റെ താതൻ. കരങ്ങൾ വീശി ഒന്നിച്ച് പാടാം. ഈ ദൈവം എന്റെ ദൈവം, ഈ താതൻ എന്റെ താതൻ. കരം വീശിക്കൊണ്ടോ ഈ ദൈവം എന്റെ ദൈവം. എല്ലാ മക്കളും ഈ താതൻ എന്റെ താതൻ. എളിമയോടെ ഈ ദൈവം എന്റെ ദൈവം. വിനയത്തോടെ ഈ താതൻ എന്റെ താതൻ. സ്നേഹത്തോടെ ഈ ദൈവം എന്റെ ദൈവം. ഈശോയേ, ഈ താതൻ എന്റെ താതൻ. പോറ്റുന്നവൻ പുലർത്തുന്നവൻ മാനിക്കുന്നോൻ പരമോന്നതൻ. ചേർന്ന് പാടാം. പോറ്റുന്നവൻ പുലർത്തുന്നവൻ മാനിക്കുന്നോൻ പരമോന്നതൻ. ഒന്നുകൂടി പാടാം. പോറ്റുന്നവൻ പുലർത്തുന്നവൻ മാനിക്കുന്നോൻ പരമോന്നതൻ. ഈ ദൈവം എന്റെ ദൈവം. കരം നീട്ടിപ്പിടിച്ചോ. ഈ താതൻ എന്റെ താതൻ. ഈ താതൻ എന്റെ താതൻ. ഈ ദൈവം എന്റെ ദൈവം. ഈശോയേ, ഈ താതൻ എന്റെ താതൻ. സ്വരമുയർത്തി ഈ ദൈവം എന്റെ ദൈവം. ജീവനുള്ള ദൈവം. ഈ താതൻ എന്റെ താതൻ. മറഞ്ഞിരിക്കുന്ന ദൈവം. ഈ ദൈവം എന്റെ ദൈവം. അപ്പത്തിൽ വസിക്കുന്ന ദൈവം. ഈ താതൻ എന്റെ താതൻ. ദിവ്യകാരുണ്യനാഥൻ. ഈ ദൈവം എന്റെ ദൈവം. ഈശോയേ, ഈ താതൻ എന്റെ താതൻ. ആമേൻ. കരുതുന്നവൻ കാക്കുന്നവൻ കരുണയുള്ളോൻ കൈവിടില്ലെന്നെ. ചേർന്ന് പാടാം. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്നും കരുണയുള്ളോനവൻ എന്നെ. ചേർന്ന് പാടാം. കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്നും കരുണയുള്ളോൻ എന്നെ കൈവിടില്ലെന്നെ. ഒന്നിച്ച് പാടാം. ഈ ദൈവം എന്റെ ദൈവം. ഈ താതൻ എന്റെ താതൻ. ഒന്നിച്ച് പാടാം. ഈ ദൈവം എന്റെ ദൈവം. ഈ താതൻ എന്റെ താതൻ. ഈ ദൈവം എന്റെ ദൈവം. ഈ താതൻ എന്റെ താതൻ. യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പൂർണ്ണമായും ദൈവിക സ്വഭാവം ആഗ്രഹിച്ചുകൊണ്ട്, ദൈവത്തെ അത്രമാത്രം സ്നേഹിച്ച് തന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായിക്കൊണ്ട്, ദൈവത്തിന് ശരീരത്തിൽ വസിക്കുവാൻ തക്കവിധം ശരീരത്തെ വിട്ടുകൊടുക്കുവാൻ, പാപത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കുവാൻ തക്കവിധം ആ വലിയൊരു മനോഭാവം നമുക്ക് ലഭിക്കപ്പെടുവാൻ തക്കവിധം നമ്മുടെ ചിന്തകളെല്ലാം നമുക്ക് വിട്ടുകൊടുക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 12-ാം തിരുവചനം പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്: എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ
വർദ്ധിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. പൗലോസ്ലീഹ ഇല്ലാത്ത സമയത്ത് പോലും കൂട്ടായ്മയിൽ നിൽക്കുന്നവരോട് പറയുകയാണ്, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുമുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി ആയില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഓരോ ശുശ്രൂഷകരും പറയുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ അധ്വാനവും ഈ ഓട്ടമൊക്കെ വ്യർത്ഥമായി തീർന്നില്ല എന്ന് തിരിച്ചറിയുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്തായിരിക്കുമെന്നാണ് ഈ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മക്കൾ പ്രാർത്ഥിച്ചേ. പൗലോസ്ലീഹ കൂടെ ഇല്ലാത്ത സമയത്ത് പോലും നിങ്ങൾ അഭിഷേകത്തോടെ വിറയലോടെ വലിയ സ്നേഹത്തോടെ ദൈവസന്നിധിയിൽ ഭയഭക്തിയോടെ വ്യാപരിക്കുവാൻ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് നിമിഷങ്ങളിലാണ് പൗലോസ്ലീഹയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വലിയ അഭിഷേകം, ആ വലിയൊരു സംഭവം കാണുവാൻ അദ്ദേഹം ആഗ്രഹിക്കുകയാണ്. ഈ അധ്വാനത്തിന്റെ ഫലം യേശുവിൻ്റെ രണ്ടാം വരവിലാണ് അതിൻ്റെ പൂർണ്ണത കാണുവാൻ സാധിക്കുന്നത്. എൻ്റെ ഓട്ടവും എൻ്റെ പ്രവൃത്തിയും ഒക്കെ അതിൻ്റെ ഫലം അറിയുന്നത് യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയത്താണെന്ന് പൗലോസ്ലീഹ പറയുകയാണ്. എത്ര തീക്ഷ്ണതയോടെയാ, എത്ര വിശ്വാസത്തോടെയാ തന്നെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധാപൂർവം ദൈവവചനം അനുസരിച്ച് തീഷ്ണതയോടെ വ്യാപരിച്ച വിജാതിയരുടെ അപ്പസ്തോലനായ പൗലോസ്ലീഹ. ആ സ്ലീഹയെ പോലെ നമുക്ക് ഓരോരുത്തർക്കും ആയിത്തീരാം. ദൈവരാജ്യത്തിനു വേണ്ടി നമുക്ക് അധ്വാനിക്കാം. വിശ്വാസത്തോടെ നമുക്ക് അധ്വാനിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ. അനുസരണയോടെ, വിധേയത്വത്തോടെ, എളിമയോടെ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ വ്യാപരിക്കുവാൻ, തന്നെ വിശുദ്ധീകരിക്കുവാൻ, തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ആ വലിയ അഭിഷേകത്തിലും കൃപയിലും നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി അപ്പസ്തോലിക ശക്തി, പ്രവാചക ശബ്ദം നമ്മുടെ നാവുകളിൽ മുഴങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ഒട്ടട്ടെ. ബന്ധനമഴിയട്ടെ,
കെട്ടുകൾ ഒട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലഴിയട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ അടിമച്ചങ്ങലഴിയട്ടെ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. സാത്താനേ, നീ നിത്യ നരകത്തിൽ പോകൂ. ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. സ്വരമുയർത്തി ഞാനുമെന്റെ കുടുംബവുമെല്ലാം യേശുവിന്റേതു മാത്രം. യേശുവിന്റെ മാത്രം. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ഒട്ടട്ടെ. രോഗബന്ധനങ്ങൾ ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ഒട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ഒട്ടട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ, മരണത്തെ ജയിച്ചവനേ. ഈശോയേ, മരണത്തെ ജയിച്ചവനേ. കർത്താവായി അധിപതിയായി നീ വാഴണമേ. കർത്താവായി അധിപതിയായി നീ വാഴണമേ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ഒട്ടട്ടെ. 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 ബന്ധനമഴിയട്ടെ, കെട്ടുകൾ ഒട്ടട്ടെ.
ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. വിദ്യാഭ്യാസത്തിന്റെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. വിദ്യാഭ്യാസത്തിന്റെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. വിദ്യാഭ്യാസത്തിന്റെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. പഠനത്തിന്റെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പഠനത്തിന്റെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യുവതി യുവാക്കന്മാരുടെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ജനങ്ങളുടെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. മാതാപിതാക്കളുടെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. മാതാപിതാക്കന്മാരുടെ മേലുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. തലമുറ തലമുറയായിട്ടുള്ള ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശുവേ, 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 യേശു വെളിപ്പെടുന്നു. ശരീരങ്ങളിലോ കുടുംബങ്ങളിലോ കൃഷിയിടങ്ങളിലോ അധ്വാനങ്ങളിലോ കുഞ്ഞുങ്ങളിലോ യേശു വെളിപ്പെടുന്നു. അവരുടെ ശരീരങ്ങളിലോ കുഞ്ഞുങ്ങളുടെ ശരീരങ്ങളിലോ യേശു വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. രോഗികളുടെ മേലോ യേശു വെളിപ്പെടുന്നു. ദിവ്യകാരുണ്യം വെളിപ്പെടുന്നു. പരിശുദ്ധ കുർബാന വെളിപ്പെടുന്നു. അഭിഷേകം വെളിപ്പെടുന്നു. ആത്മീയ ശക്തി വെളിപ്പെടുന്നു. വെളിപ്പെടുന്നു. മക്കളുടെ ശരീരങ്ങളുടെ മേലോ ആത്മാവ് വെളിപ്പെടുന്നു. വചനം വെളിപ്പെടുന്നു. യേശുവേ, ആത്മാവ് വെളിപ്പെടട്ടെ. ആത്മാവ് വെളിപ്പെടട്ടെ. അപ്പസ്തോലിക ശക്തി വെളിപ്പെടട്ടെ. അഭിഷേകം നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ അഭിഷേകം നിറയട്ടെ. കുടുംബത്തിന്റെ മേൽ അഭിഷേകം നിറയട്ടെ. തലമുറ തലമുറയിലേക്ക് അഭിഷേകം വ്യാപരിക്കട്ടെ. എല്ലാ മക്കളിലേക്കും തിരുവചനം കടന്നു ചെല്ലട്ടെ. എല്ലാ മക്കളും ദൈവത്തിന്റെ കാരുണ്യം അനുഭവിക്കട്ടെ. മദ്യപാനികളുടെ മേൽ ദൈവിക ശക്തി വെളിപ്പെടട്ടെ. എല്ലാ രോഗികളുടെ മേലും കർത്താവിന്റെ അഭിഷേകം വെളിപ്പെടട്ടെ. നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. കരമുയർത്തി വിളിക്കുന്നു. മക്കളെ വിളിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യത്തെ വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. അഭിഷേകം നിറയുന്നു. അഭിഷേകം നിറയുന്നു. സാന്നിധ്യം വെളിപ്പെടുന്നു. ദൈവിക ശക്തി വെളിപ്പെടുന്നു. മക്കളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നു. ദൈവമക്കളുടെ ശരീരത്തിൽ വെളിപ്പെടുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തിൽ വെളിപ്പെടുന്നു. ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നവരുടെ ശരീരത്തില് ശക്തി വെളിപ്പെടുന്നു. സൗഖ്യം സംഭവിക്കുന്നു. രക്തസ്രാവക്കാരിയുടെ ശരീരത്തില് വെളിപ്പെട്ട അതേ ശക്തി തന്നെ അന്ധനായ ബർത്തിമേയുസിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട ദൈവിക ശക്തി ഇതാ വെളിപ്പെടുന്നു. മക്കൾ വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. ഈശോയേന്ന് വിളിക്കുന്നു. നമുക്ക് മുട്ടുമേലായിരിക്കാം. ഒത്തിരിയേറെ മക്കളെ ഈശോ അനുഗ്രഹിച്ചതായിട്ട് സാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 20 മുകളിൽ സാക്ഷ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തിളച്ച വെള്ളം ശരീരത്തിൽ വീണു. കുക്കർ അതിൻ്റെ സ്റ്റീം പോകുന്നതിന് മുമ്പ് അറിയാതെ തുറന്നപ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന വസ്തു എല്ലാം കൂടെ തെറിച്ച് ശരീരത്തിൽ വീണ് പൊള്ളി, നല്ലതായിട്ട് പൊള്ളി. പ്രിയപ്പെട്ടവരെ, നല്ല വേദനയായിട്ട് ആ സഹനം ഈ ആലയത്തിൽ വെച്ച് കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് ആ സമയത്ത് തന്നെ ആ വേദന അപ്രത്യക്ഷമായി. ശരീരത്തിൽ ഒരു പൊള്ളൽ പോലെ ഒരു പാട് പോലും ഇല്ലാതെ സുഖം പ്രാപിച്ചുവെന്ന് ഒരു സഹോദരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ?
ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകം നിറയുകയാ, സാന്നിധ്യം വെളിപ്പെടുക. പരീക്ഷയിലോ ഉന്നത വിജയം കിട്ടിയവര് സാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുടുംബം 2.5 വർഷം ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയില് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച ഒരു പെൺകുഞ്ഞിന് വേണ്ടി കർത്താവ് ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവൻ തരുന്ന തമ്പുരാനെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഞാൻ വന്നിരിക്കുന്നത് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായിട്ട് നൽകുവാനുമാണെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള് ജീവൻ തരുന്ന തമ്പുരാനെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ശരീരത്തില് അലർജി രോഗമുള്ള ഒരു സഹോദരി സാക്ഷ്യപ്പെടുത്തി ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ ആരാധിച്ചപ്പോൾ സൗഖ്യം സംഭവിച്ചു. അലർജി രോഗം ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. നന്ദി പറയുകയാ. ഇങ്ങനെ അനേകം സാക്ഷ്യങ്ങള്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം നിങ്ങൾ ഇവിടെ എഴുതി ഏൽപ്പിക്കണം. ഇന്ന് ആത്മാവ് പ്രേരണ തന്നതുകൊണ്ട് സാക്ഷ്യങ്ങളൊന്നും വായിക്കാൻ കൂടുതൽ കൃപ കൊടുക്കുന്നു എന്ന് ആത്മാവ് സന്ദേശം നൽകി. അഭിഷേകം തരുന്നു എന്ന് കാണിച്ചു. അതുകൊണ്ട് എഴുതി തന്നിരിക്കുന്നതൊന്നും വായിക്കണ്ട എന്ന് ആത്മാവ് ഉൾപ്രേരണ തന്നത് മൂലമാണ് ഒരു സാക്ഷ്യവും നേരത്തെ രേഖപ്പെടുത്താതിരുന്നത്, പറയാതിരുന്നത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം, കരുണയുടെ ഈശോയെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് കാണിച്ചു തന്നു. ആ കരുണയുടെ ഈശോയിൽ നിന്ന് ഒത്തിരിയേറെ പ്രകാശം ദൈവജനത്തിലേക്ക് വ്യാപരിച്ച് ശുചീകരിക്കപ്പെടുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കൃപ ഒഴുകുന്നതായി ആത്മാവ് കാണിച്ചു തന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അധികം സാക്ഷ്യങ്ങൾ പറയാതിരുന്നത്. കരങ്ങൾ ഉയർത്തി തമ്പുരാൻ ഇന്ന് നൽകിയ ആ വലിയ കാരുണ്യം, മാന്നാനം കുന്നില് ഒഴുകിയിറങ്ങിയ ആ കാരുണ്യത്തിന്റെ ഒരു അഭിഷേകത്തിന്റെ ശക്തിയിൽ ഒരു ഭാഗം ഇവിടെ വെളിപ്പെട്ടിരിക്കുക. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി തമ്പുരാന് നന്ദി പറഞ്ഞേ. ഈ 2 അഭിഷേകവും നൽകിയതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 50,000-ന് മേളിൽ വ്യക്തികളിലേക്ക് അക്രൈസ്തവരായിട്ടുള്ള മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പല ഉദ്യോഗസ്ഥരും അവിടെ മനാനത്ത് വന്നിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാര് ആ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരുടെ എല്ലാവരുടെയും ശരീരത്തില് ഈ അഭിഷേകം അനുഭവിക്കുവാൻ ദൈവം കൃപ കൊടുത്തു. ഈ കൂട്ടായ്മയുടെ അഭിഷേകമാണ് നമ്മളോട് ഓരോരുത്തരോടും ദൈവം കാണിച്ച അനന്തമായ സ്നേഹത്തിന്റെ പ്രകടനമാണ് അവിടെ വെളിപ്പെട്ടത്. കരമുയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ ഒന്ന് വിളിക്കാം. ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം, ഈശോയേന്ന് വിളിക്കാം. ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന എല്ലാ കുടുംബങ്ങളെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. അതുപോലെ ദിവ്യകാരുണ്യ നാഥന്റെ സന്നിധി പുക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. രോഗികളായിരിക്കുന്ന ആരാധന ഏറ്റെടുത്ത് നടത്തുന്ന മക്കളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ ആലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളെയും അവരുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം. സ്വരമുയർത്തി എല്ലാവരും. നിത്യമഹോന്നതമപ്പം നീ മാനവരെ ബോധമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുക. ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുക. ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച്, എല്ലാവരും സ്തുതിച്ച്. ഈശോ ആശീർവദിച്ച് നമ്മെ അനുഗ്രഹിക്കുക. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? പ്രിയപ്പെട്ടവരെ, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കൊല്ലം ടൗണിലുള്ള പള്ളിയിൽ ഇന്ന് 5 മണി മുതൽ നമ്മുടെ ധ്യാനം ആരംഭിക്കുക. ഞായറാഴ്ച വരെ 3 ദിവസം ആ ധ്യാനത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് നമ്മുടെ ഈ ധ്യാന ടീമിനെ, എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്ന മക്കളെയൊക്കെ സമർപ്പിച്ച് കരങ്ങൾ ഉയർത്തി 5 മണിക്ക് കൊല്ലത്തെത്തണം. അവിടെ ശുശ്രൂഷ ആരംഭിക്കണം. കരം ഉയർത്തി കർത്താവിൻ്റെ കാരുണ്യം വർഷിക്കപ്പെടുവാൻ വേണ്ടി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ആരാധന ആരാധന അങ്ങേക്കാരാധന.